തെക്കൻ ജില്ലകളിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് UDFിൽ ചെറിയ തർക്കങ്ങളുണ്ട്. ചെറുതല്ലാതെ കുറച്ച് വലുത് തന്നെയാണ്. മുസ്ലിം ലീഗിന് 162 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ആകെ 3 എണ്ണത്തിൽ മാത്രമാണ് മത്സരിക്കാൻ ഇതുവരെ ധാരണയായിട്ടുള്ളത്. അതാകട്ടെ തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ്. മുൻപുണ്ടായിരുന്ന ആലപ്പുഴ, എറണാകുളം എന്നീ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ സീറ്റുകൾ ഇത്തവണ കോൺഗ്രസ് എടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനൊക്കെ കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ, കോട്ടയം, പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട സീറ്റുകൾ കൊടുക്കില്ല എന്നുള്ളതാണ് മറ്റ് ഘടകകക്ഷികൾ. കേരള കോൺഗ്രസ് അടക്കം അതിൻ്റെ അകത്ത് എതിർവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലേക്കാണ് നമ്മൾ. ജിംസ്, വടക്കൻ കേരളത്തിലെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി നമുക്കറിയാം. അങ്ങനെയാണ് മുസ്ലിം ലീഗിന് എത്രത്തോളം ആധിപത്യമുണ്ട് എന്നൊക്കെ ഉള്ളത്. തെക്കൻ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 162 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാകെ അത് വെറും 3 എണ്ണത്തിൽ മാത്രമാണ് ഇതുവരെ ധാരണയായിട്ടുള്ളത്. ഇന്നാണെങ്കിൽ സാദിഖ് അലി തങ്ങൾ കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്, തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ. ഇതിലെന്തെങ്കിലും ധാരണയാവുമോ? കോൺഗ്രസിൻ്റെ ഒരു നിലപാട് വെച്ച് ധാരണയാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ കാരണം, ഇപ്പോൾ തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള, മുസ്ലിം ലീഗിന് സാന്നിധ്യമുള്ള ഒരുപാട് ഇടങ്ങളുണ്ട്. നമുക്ക് തെക്കൻ കേരളം എന്ന് പറയുമ്പോൾ എന്തോ ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ മലബാറിലാണെന്നൊരു ചിന്ത പൊതുവെ ആളുകൾക്കുണ്ട്. മുസ്ലിം ലീഗിനെ പറ്റി പറയുമ്പോഴും അതൊരു മലബാർ പാർട്ടിയല്ലേ നമ്മൾ. യഥാർത്ഥത്തിൽ ഏതാണ്ട് ഒരു മൊത്തം കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു 30% ജനസംഖ്യ തെക്കൻ ജില്ലകളിലുണ്ട്. എറണാകുളം തൊട്ട് അങ്ങോട്ടുള്ള ജില്ലകളുണ്ട്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. ഈ എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത്. അപ്പോൾ അങ്ങനെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രയും മുസ്ലിം ലീഗിന് വോട്ടർമാരുണ്ടെന്നാണ് പറഞ്ഞത്. മുസ്ലിം ജനസംഖ്യ മാത്രമല്ല, പൊതുവെ തെക്കൻ കേരളത്തിലെ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിനോട് അനുഭവം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ കോൺഗ്രസിലോ CPM-ലോ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് കൂടുതലും. ലീഗിന് അത്ര ആധിപത്യം മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർക്ക് മുസ്ലിം ലീഗ് എന്ന പാർട്ടി അവിടെയുണ്ട്. ഇനി പാർട്ടി ദുർബലമാണെന്ന് തന്നെ ഇരിക്കട്ടെ. ദുർബലമാണെങ്കിൽ പോലും ഒരു മുന്നണിയിലെ ഘടകകക്ഷി എന്ന നിലയിൽ അവർക്ക് അർഹതപ്പെട്ട സീറ്റ് കൊടുക്കണമല്ലോ. ഈ പത്തനംതിട്ടയിലുണ്ടായ സംഭവം വളരെ രസകരമാണ്. പത്തനംതിട്ടയിൽ കോട്ടയത്ത് ഇപ്പോൾ വൈക്കം സീറ്റ് എന്തോ അനുവദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കോട്ടയം ജില്ലയിൽ വൈക്കം സീറ്റിൽ ലീഗ് മത്സരിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. വൈക്കം സീറ്റ് തിരിച്ചു കൊടുത്തു. അത് SC സംവരണ സീറ്റാണ്. അത് തിരിച്ചു കൊടുത്തു വേണ്ടെന്ന് പറഞ്ഞു. പത്തനംതിട്ടയിലും ഈ ചിറ്റാർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു SC സംവരണ സീറ്റാണ്. അപ്പോൾ അതിൽ രസകരമായ കാര്യം, ഈ ചിറ്റാർ മേഖലയിൽ വളരെ ജനകീയനായ ഒരാളാണ് നിതിൻ കിഷോർ. സുരേഷൊക്കെ അറിയാമായിരിക്കും. നിതിൻ കിഷോർ മുമ്പ് CPM-കാരനായിരുന്നു. CPM-ൻ്റെ വാർഡ് മെമ്പറായിരുന്നു ചിറ്റാറിൽ. പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരാളാണ്. എന്ന് മാത്രമല്ല, കാതോലിക് കോളേജ് പഠിക്കുന്ന സമയത്ത് SFIയുടെ നേതൃനിരയിലുണ്ടായിരുന്നതാണ്. യൂണിയൻ ചെയർമാനായിരുന്നു. അങ്ങനെ വലിയ സ്വീകാര്യതയുള്ള, ആ മേഖലയിൽ വലിയ സ്വീകാര്യതയുള്ളൊരു നേതാവാണ്. അയാൾ വളരെ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിലേക്ക് മാറി. അപ്പോൾ നിതിൻ കിഷോർ മുസ്ലിം ലീഗിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴും അയാൾക്ക് ആ മേഖലയിലുള്ള ജനസ്വാധീനമുണ്ട്. ഇപ്പോൾ ഈ ചിറ്റാർ ഡിവിഷൻ SC സംവരണമാണ്. നിതിൻ കിഷോർ SC സമുദായാംഗമാണ്. അപ്പോൾ എൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കോൺഗ്രസ്സുകാർ DCC നേതൃത്വത്തിന് മുമ്പിൽ വെച്ച ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിതിൻ കിഷോറിനെ പരിഗണിക്കണം. കാരണം നിതിൻ കിഷോർ നിന്ന് ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട് അവിടെ. കാരണം അത്രയും ജനകീയനായിട്ടൊരാളാണ്. അപ്പോൾ DCC നേതൃത്വത്തിന് പ്രശ്നം. പക്ഷേ അയാൾ മുസ്ലിം ലീഗുകാരനല്ലേ എന്നാണ് ചോദ്യം. മുസ്ലിം അല്ലേ എന്നുള്ളതല്ല പ്രശ്നം, മുസ്ലിം ലീഗുകാരനല്ലേ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ തർക്കം വരുമ്പോൾ ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ LDF വോട്ടുകൾ പോലും കറന്നു തിന്നാൻ ശേഷിയുള്ള കാൻഡിഡേറ്റാണ് നിതിൻ കിഷോർ. അങ്ങനെ ഒരു ഭയം അവർക്ക് CPM-ന് പോലും ഉണ്ട് അവിടെ. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ ചർച്ച തുടങ്ങുമ്പോൾ ആൻ്റണി MP-ക്കാണ് ഈ ചർച്ചകളിലേക്ക് ഉത്തരവാദിത്വം. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അത് സാമുദായിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇവരുടെ ചർച്ചയുടെ ഭാഗമായിട്ട് ലീഗ് അങ്ങോട്ട് വെച്ച ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് നിതിൻ കിഷോർ എന്നാണ്. അപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല, സ്വതന്ത്രമായിട്ട് UDF സ്വതന്ത്രമായിട്ട് മത്സരിക്കാം എന്ന് പറയുമ്പോഴും അങ്ങനെയാണ് ഇവർ കാര്യം ചെയ്യൂ, ലീഗിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസിൽ ചേർന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമെന്നാണ് പറയുന്നത്. ഈ സാമുദായിക പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പറയാൻ കാരണം എന്താണ്? അതായത് ലീഗിന് അവിടെ എന്തോ ഒരു പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അല്ലാത്ത മറ്റ് സമുദായങ്ങൾ UDF-നെതിരാകും എന്ന ഒരു ധാരണയാണ് ആ പച്ചയ്ക്ക് പറയുന്നത്. അങ്ങനെ തന്നെ പച്ചയ്ക്കാണ് പറയുന്നത്, സാമുദായിക പ്രത്യാഘാതം. ഇന്ന് ഈ ലീഗിൻ്റെ ഒരു സംസ്ഥാന കൗൺസിലംഗം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, എന്തോ തകർന്നു പോകുമെന്ന് പറയുന്നല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് തെക്കൻ കേരളത്തിൽ എന്താ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ. ഇപ്പോൾ ജോസ് കെ മാണി UDF വിട്ടതോടുകൂടി, ജോസ് കെ മാണി UDF വിടാനുണ്ടായ കാരണം നമുക്കറിയാം. അത് UDF-ലെ ഏതെങ്കിലും തർക്കത്തിൻ്റെ ഭാഗമായല്ല അദ്ദേഹം UDF വിടുന്നത്. ആ UDF ഇടാനുള്ള കാരണം എന്താണ്? ഒന്ന്, ആദ്യം മാണി സാറ് ഉണ്ടായിരുന്ന സമയത്ത് UDF ഇടുന്നത് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് UDF-ൽ നിന്ന് തനിക്ക് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല എന്ന വാദം ഉയർത്തിയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയമായ മനോവിഷമം ഉണ്ടാവാം. കാരണം
അന്ന് ചെന്നിത്തലയുടെ പോലീസ് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തതും വിജിലൻസാണ് അന്വേഷിച്ചതും ഒക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ന് മാത്രമല്ല വേണ്ടത്ര പിന്തുണ, ഒരു അഴിമതി കേസായതുകൊണ്ട് വേണ്ടത്ര പിന്തുണ UDF ഘടകകക്ഷിയിൽ നിന്ന് മാണിസാറിന് കിട്ടിയിട്ടില്ല. പിന്നീടുണ്ടായ മാണിസാറിൻ്റെ മരണം വരെയുള്ള സമയം നമ്മൾ എടുത്തു നോക്കുക, ആടിയും തൂങ്ങിയും പ്രത്യേക ബെഞ്ചായിട്ടൊക്കെയാണ് അസംബ്ലിയിൽ ഇരുന്നത്. മാണിസാറിൻ്റെ മരണത്തിന് ശേഷം ജോസ് കെ മാണി ഈ UDF വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം UDFൻ്റെ എന്തെങ്കിലും തർക്കമോ അല്ലെങ്കിൽ ഘടകകക്ഷികളുമായിട്ടുള്ള പ്രശ്നമോ കോൺഗ്രസുമായിട്ടുള്ള പ്രശ്നം പോലും അല്ല. ശരിക്കും പ്രശ്നം എന്താണ്? മാണി ഗ്രൂപ്പിലെ 2 വിഭാഗം, ജോസഫ് വിഭാഗവും മാണി വിഭാഗവും കോട്ടയത്തെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി ഒരു തർക്കം ഉണ്ടാകുന്നു. മുമ്പ് UDFൽ ഒരു കരാറുണ്ടായിരുന്നു, 8 മാസം കഴിഞ്ഞാൽ ഈ അധ്യക്ഷ സ്ഥാനം ജോസഫ് ഗ്രൂപ്പിന് കൈമാറണമെന്നുള്ളത്. ആ കരാറ് പാലിക്കാൻ മാണി വിഭാഗം തയ്യാറാവുന്നില്ല എന്നുള്ള ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രശ്നം മുഖവിലക്കെടുത്ത് UDF നേതൃത്വം, അന്ന് ബെന്നി ബെഹനാനാണ് പറഞ്ഞത് ഇത് ജോസ് കെ മാണി അംഗീകരിക്കണം, ഇങ്ങനെ ഒരു കരാറുണ്ട്. അപ്പോൾ ജോസ് കെ മാണി വെച്ചാൽ അങ്ങനെ ഒരു കരാറില്ല, എന്ത് കരാർ, നിങ്ങൾ ആ കരാർ കാണിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നോ ഇല്ലേ? യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രശ്നം എന്താണ്? ജോസഫ് വിഭാഗവും മാണി വിഭാഗവും തമ്മിലുള്ള തർക്കത്തിലാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചു. എത്തിക്കലായിട്ടുള്ള, പൊളിറ്റിക്കലി എത്തിക്കലായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അത് കൊടുക്കണം, ഇത് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജോസ് കെ മാണി ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ പ്രശ്നം പോലുമല്ല. ആ ഇറങ്ങിപ്പോയതോടുകൂടി കോൺഗ്രസ് വിചാരിക്കുന്നത് അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി UDFന് നേരിട്ടു. അപ്പോൾ കോൺഗ്രസ് വിചാരിക്കുന്നത് എന്താണ്? ജോസ് കെ മാണി വിഭാഗം ഇറങ്ങിപ്പോയതോടെ ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങൾക്കെതിരായി കഴിഞ്ഞു എന്ന ഒരു ധാരണയിൽ അവർ നിൽക്കുകയാണ്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ജോസഫ് ഗ്രൂപ്പിന് സാധിക്കുമോ? അതില്ല. ജോസഫ് ഗ്രൂപ്പ് ദുർബലമാണ്. ജോസഫ് ഗ്രൂപ്പ് ദുർബലമാണെന്ന് മാത്രമല്ല, ജോസഫും എന്താണ് ഏറെക്കുറെ ഒരു റിട്ടയർമെൻറ്റ് മോഡിലാണ്. അദ്ദേഹത്തിൻ്റെ മകനെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞു. അവർ എന്താണ് അവരെ ഏതെങ്കിലും തരത്തിൽ വിസിബിൾ ആണോ എന്ന് വെച്ചാൽ അങ്ങനെ വിസിബിളുമല്ല. ജോസഫ് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തന്നെ കുറേ നാളായി, നമുക്കറിയാം. അപ്പോൾ ഈ സമയത്തെങ്ങാനും ലീഗിനെങ്ങാനും പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് തിരിച്ചടി നേരിടും എന്നവർ ഭയക്കുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് തിരിച്ചറിയേണ്ട കാര്യം, ഏതെങ്കിലും സാമുദായിക വോട്ട് ബാങ്കിൻ്റെ എൻ ബ്ലോക്കായിട്ടുള്ള പിൻബലം ഇപ്പോൾ UDFനോ കോൺഗ്രസിനോ ഇല്ല, മുസ്ലിം ലീഗിനൊഴികെ. കോൺഗ്രസിന് തീരെ ഇല്ല എന്നവർ മനസ്സിലാക്കണം. ഏത് സമുദായമാണ് കേരളത്തിലെ സവർണരായ ഹിന്ദു സമുദായം കോൺഗ്രസിൻ്റെ കൂടെയാണോ? അല്ല, അവർ BJPയോടൊപ്പമാണ്. വോട്ട് നില പരിശോധിച്ചാൽ നമുക്കറിയാം. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് LDFിലേക്ക് പോയെന്ന് ജോസ് കെ മാണി പോയതോടുകൂടി കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഏത് സമുദായമാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത്? കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കുന്ന സമുദായം ഏതാണെന്ന് കോൺഗ്രസ് ആദ്യം തീരുമാനിക്കണം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും സമുദായത്തിൻ്റെ എൻ ബ്ലോക്കായിട്ടുള്ള പിന്തുണ UDFനില്ല. UDFനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈ സാമുദായിക വോട്ട് ബാങ്ക് ആയിരുന്നു. അത് നായർ വോട്ട് ബാങ്ക് മുതൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് മുതൽ മുസ്ലിം വോട്ട് ബാങ്ക് മുതൽ അവർക്ക് പിന്തുണ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. അപ്പോൾ ഈ സാമുദായിക പ്രത്യാഘാതം എന്ന ഫോർമുല വെച്ചുകൊണ്ട് സ്വന്തം മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയെ ഒതുക്കിക്കൊണ്ട് ഈ സാമുദായിക പ്രീതി നേടാം എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ അത് വൃഥാവ്യായാമമാണ്. അതെങ്ങനെയാണ് അങ്ങനെ കിട്ടുക? ഇപ്പോൾ ലീഗിനെ മാറ്റി നിർത്തി കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ ലീഗിന് അവകാശപ്പെട്ട് നിർത്തിയെന്ന് കരുതുക. മറ്റ് സമുദായങ്ങൾ അതിൽ സംപ്രീതരായി എന്നാൽ കോൺഗ്രസ്സിന് വോട്ട് കൊടുത്തുകളയാണെന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ടോ? ഇനി ഈ ഒരു അവഗണന മൂലം മുസ്ലിം ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന സമുദായം എങ്ങനെയായിരിക്കും കോൺഗ്രസിനെ കാണുക? ആ മുന്നണിയെ എങ്ങനെയായിരിക്കും സമീപിക്കുക എന്നും അവർ ചിന്തിക്കുന്നുണ്ടോ? അതില്ല. അപ്പോൾ ഒട്ടും പൊളിറ്റിക്കലി എത്തിക്കലല്ലാത്ത ഒരു സമീപനം ഒരു ഘട്ടത്തിൽ കടത്തി പറഞ്ഞാൽ വർഗീയമായ സമീപനമാണ് ഈ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ UDFൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അത് KPCC നേതൃത്വമൊക്കെ അറിയുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഒരുപക്ഷെ ലീഗ് നേതാക്കളെ KPCC വിളിച്ച് പറയുമ്പോൾ അത് പ്രാദേശികമായി പരിഹരിക്കും എന്ന് പറയുമായിരിക്കും. പ്രാദേശികമായി പരിഹരിക്കുന്നത് ഇങ്ങനെയാണ്, സാമുദായിക പ്രത്യാഘാത സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടാണ് പരിഹരിക്കുന്നത്. അത് വൻ തിരിച്ചടി കോൺഗ്രസിനും UDFനും ഉണ്ടാകും. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തിരിച്ചടി എന്ന് വെച്ചാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോക്കുക എന്നുള്ളത് മാത്രമല്ല. നമ്മൾ നോക്കുക, മുസ്ലിം ലീഗിനകത്ത് വലിയ തോതിലുള്ള അസംതൃപ്തി UDFനോടൊപ്പം തുടരുന്നതിലുണ്ട്. അസംതൃപ്തി എല്ലാ തലങ്ങളിലുള്ള നേതാക്കൾക്കുണ്ട്. സംസ്ഥാന നേതാക്കൾക്ക് മുതൽ താഴെത്തട്ടിലെ നേതാക്കൾക്ക് വരെയുണ്ട്. എന്തിനാണ് ഇനി ഇവിടെ നിൽക്കുന്നതെന്ന് തോന്നലുണ്ട്. എന്നാൽ അണികളിൽ വലിയൊരു വിഭാഗം ഈ CPMനൊപ്പം പോകുന്നതിൽ സൈദ്ധാന്തികമായ എതിർപ്പുള്ള ആളുകളുമുണ്ട്. ഇങ്ങനൊരു കൺഫ്യൂഷനിൽ മുസ്ലിം ലീഗ് അണികളും നേതൃത്വം ഉള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാണെങ്കിൽ പിന്നെയുള്ളത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണ്. ആ സമയം UDFനെ സംബന്ധിച്ച് നിർണായകമാകും. ഞാൻ പറയുന്നത് ലീഗിൽ തന്നെ ഇനി UDFൽ തുടരേണ്ടതില്ല എന്ന വാദത്തിന് ശക്തി കൂടുകയാവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ. പക്ഷേ ആ തിരിച്ചടിക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള സീറ്റ് വിഭജനമാണ് നമ്മൾ തെക്കൻ കേരളത്തിലെങ്കിലും കാണുന്നത്. മലബാറിൽ അത്രയും പ്രശ്നമില്ല. പക്ഷേ ഈ അസംതൃപ്തി, ഇപ്പോൾ ഈ ഒരു സംസ്ഥാന കൗൺസിൽ അംഗം ഇതേക്കുറിച്ച് പരസ്യമായി പോസ്റ്റ് ഇടുകയാണ്. അതിനർത്ഥം എന്താണ്? പരസ്യമായി തുറന്നു പറയുന്നുണ്ടെങ്കിൽ രഹസ്യമായി അവർ എന്തെല്ലാം പറയുന്നുണ്ടാവുന്നു അത് ഊഹിച്ചു നോക്കിക്കോളൂ. സാറേ, ഈ കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് ലീഗ് മത്സരിച്ചിട്ട് 20 വർഷം അത്രത്തോളം 25 വർഷമായിട്ടുണ്ട്.
നിലവിലിപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ലീഗിൻ്റെ കൊടി കാണാറില്ല, അല്ലെങ്കിൽ ലീഗ് കൊടി വെക്കാറില്ല. ഇപ്പോൾ ഇവിടെ ഇവർ ലീഗിൻ്റെ ചിഹ്നത്തിലല്ലാതെ മത്സരിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും കോൺഗ്രസ് അതിനോടൊരു മൃദു സമീപനം സ്വീകരിക്കുന്നില്ല. ഒരു സഖ്യം നിലനിൽക്കണമെങ്കിൽ അതിലൊരു വിട്ടുവീഴ്ച അതിലൊരു മേജർ പാർട്ടി കാണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വടക്ക് മലബാറിലേക്ക് വരുമ്പോൾ ലീഗിന് സീറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഈ തെക്കൻ കേരളത്തിൽ ഈ മുസ്ലിം ലീഗ് വളരണ്ട എന്നൊരു സമീപനം കൂടി ഉണ്ടോ ഈ സീറ്റുകൾ കൊടുക്കാത്തതിൽ? അല്ല, ഇതിൽ സികേഷ് പറഞ്ഞാൽ പ്രയോഗത്തിലൊരു പ്രശ്നമുണ്ട്. മേജർ പാർട്ടി എന്താണ് വിട്ടുവീഴ്ച കാണിക്കുന്നത്. ഇത് വിട്ടുവീഴ്ചയുടെ പ്രശ്നമല്ല, മിനിമം എന്താ പറയുക, ഒരു മിനിമം മുന്നണി മര്യാദ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതാണ് ഇല്ലാത്തത്. എന്ന് വെച്ചാൽ ഭാരതപ്പുഴയ്ക്ക് വടക്ക് UDFൽ മുസ്ലിം ലീഗ് വേണ്ട എന്നുള്ളതാണ്. അതിന് വളരെ എളുപ്പം ഈ പറയുന്ന സാമുദായിക സമവാക്യം, സാമുദായിക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മത്സരിച്ചാൽ പ്രശ്നമാണ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ UDF എന്ന് ഇതാണ് ചിന്താഗതിയെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്നതിന് എന്താണ് അർത്ഥമുള്ളത്? ഇപ്പോൾ ചിറ്റാരിൽ അല്ലെങ്കിൽ എരുമേലിയിൽ ഒരു മുസ്ലിം പേരുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച കുഴപ്പമാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ചിന്തയെങ്കിൽ പിന്നെ മുസ്ലിം സ്ഥാനാർത്ഥിയല്ല അല്ല ഏതാവട്ടെ എന്നാണ് ഇതാണ് ചിന്തയെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞു നടക്കുന്നത് എന്തിനാണ്? ഇത് കാലങ്ങളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എത്ര 162 സീറ്റുകളിൽ 3 സീറ്റാണ് ഈ പറയുന്ന ജില്ലകൾ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 162 ജില്ലാ പഞ്ചായത്തുകളിൽ 3 സീറ്റാണ് മുസ്ലിം ലീഗിന് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അപമാനമാണ്, നാണക്കേടാണ്. ഇത് നമ്മൾ കമ്പയർ ചെയ്യേണ്ട എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LDF എങ്ങനെയാണ് CPIയെ ട്രീറ്റ് ചെയ്യുന്നത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ ട്രീറ്റ് ചെയ്യുന്നത് നോക്കിയാൽ മാന്യമായ പരിഗണനയാണ്. CPMന് ആ സീറ്റ് അവരിൽ നിന്ന് പിടിച്ചെടുത്ത് മത്സരിച്ചാൽ ജയിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. പല സീറ്റുകളും അങ്ങനെയായിരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു മുന്നണി ആയിരിക്കുമ്പോൾ പാലിക്കേണ്ട ഉയർന്ന നിലവാരമുണ്ട്. അതൊരു കാലത്തും കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ പാലിക്കാറില്ല. അത് ഈ പറഞ്ഞാലും തെക്കൻ കേരളത്തിൽ ഒട്ടുമേ പാലിക്കാറില്ല. അതാണിപ്പോൾ വാർത്തകളായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ കൊല്ലം ജില്ലയിൽ സീറ്റില്ല, ആലപ്പുഴയിലില്ല, പത്തനംതിട്ടയിലില്ല, കോട്ടയത്താണ് തമാശ. 2020 ആണ് ഒടുവിൽ അവർക്ക് സീറ്റ് കൊടുത്തത്. ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ നേതാവൊക്കെ വന്ന് കുറച്ച് പത്രസമ്മേളനമൊക്കെ നടത്തി ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചു. അവസാനം ഇന്നലെ തീരുമാനിച്ചു വൈക്കം സീറ്റ് കൊടുക്കാം. അപ്പോൾ വൈക്കം സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ആദ്യം നമുക്ക് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ബഡായി, എന്താ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഒരു ബൈറ്റ് തന്നിരുന്നു ഭയങ്കര ആവേശഭരിതനായിക്കൊണ്ട്. എനിക്ക് നമ്മളെ കോഴിക്കോട്ട് ബിനുവിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ആയിരിക്കും അദ്ദേഹത്തിന് മനസ്സിലായെന്ന് തോന്നുന്നു ഇത് SC സംവരണ സീറ്റാണെന്ന്. ഒന്നാമത് വൈക്കം മേഖലയിൽ മുസ്ലിം ലീഗ് ഇല്ല. അവിടെ കാഞ്ഞിരപ്പള്ളി, എരുമേലി, അതേപോലെ ഈരാറ്റുപേട്ട ആ മേഖലയിലാണ് മുസ്ലിം ലീഗ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അവരുടെ ഇത് വന്നിട്ടുണ്ട്, ഔദ്യോഗിക ലെറ്റർ ഹെഡ് തന്നെ വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് പാർട്ടിക്ക് പ്രാതിനിധ്യം ഉള്ള പ്രദേശത്ത് അടുത്ത പ്രാവശ്യം സീറ്റ് നൽകും എന്ന UDF കോട്ടയം ജില്ലാ നേതൃത്വത്തിൽ ഉറപ്പിന്മേൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് മുസ്ലിം ലീഗ് പാർട്ടിക്ക് അനുവദിച്ച് വൈക്കം സീറ്റ് UDFൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് ഈ പ്രാവശ്യം കോൺഗ്രസ്സിന് മത്സരിക്കാൻ വിട്ടു നൽകുന്നു. ഇത് കോൺഗ്രസ്സുകാർക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ. ഇതിൻ്റെ ഇതെന്ന് അറിയാം. മുസ്ലിം ലീഗ് അപ്പോൾ SC സംവരണ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലീഗ് നിർത്തുന്ന സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും മുസ്ലിം പേരുകാരനായിരിക്കില്ലല്ലോ. ഒരു മുസ്ലിം പേരുകാരൻ മത്സരിക്കരുത് എന്നുള്ളത് തന്നെയാണ്. അത് കോട്ടയത്ത് മത്സരിച്ചാൽ അതിലൊരു വൈക്ലഭ്യം അനുഭവിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില പ്രവണതകൾ അതിലൊരു ഘടകമാണ്. ആ പ്രവണത എന്താണെന്ന് വെച്ചാൽ ലളിതമാണ്. 7 ആളുകളും 700 ഫേക്ക് ID ഉള്ളൊരു സംഘടനയുണ്ട് കാസ. ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നു കഴിഞ്ഞാൽ ഈ 700 ഫേക്ക് ID അതിൻ്റെ ചോട വന്നിട്ട് ബഹളം ഉണ്ടാക്കും. ഇത് കണ്ട് പേടിച്ചു പോകുന്നവരാണ് കോൺഗ്രസ് നേതാക്കന്മാർ. ഇത് ഭൂമിയിൽ ഒരു ഫലവും സൃഷ്ടിക്കുന്നില്ല എന്ന് തെളിയിച്ചാണ് തൃക്കാക്കര. കാരണം ഈ പറയുന്ന എലമെൻറ്റുകൾ സർവ വിഷസർപ്പങ്ങളും ഒന്നിച്ചിറങ്ങി തൃക്കാക്കരയിലുണ്ടാക്കിയ ബഹളം നമ്മൾ കണ്ടാണ്. അപ്പോൾ പക്ഷേ ഇതിന് മുമ്പിൽ സംഭ്രമിച്ച് നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അതിന് വിധേയപ്പെടുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇരയാകുന്ന ആരാണ്? ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗാണ്. പക്ഷേ വളരെ എളുപ്പം എന്തുകൊണ്ടാണ് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗും ഇതിനോട് അങ്ങനെ അസേർട്ടീവായിട്ട് അഗ്രസീവായിട്ട് പ്രതികരിക്കുന്നൊരു സമീപനം സ്വീകരിക്കുന്നില്ല. അതൊരു ഇഷ്യൂ ആക്കേണ്ട എന്നുള്ളതാണ് ലീഗിൻ്റെ പൊതുവായ സമീപനം. രാഷ്ട്രീയമായ ഡിമാൻഡുകൾ ഉയർത്താതിരിക്കുക, അതാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ USP ആയിട്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ലീഗിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത്. ലീഗ് അങ്ങനെ വാശിയൊന്നും പിടിക്കില്ല, അങ്ങനെ കർക്കശമായ നിലപാടൊന്നും സ്വീകരിക്കില്ല. അപ്പോൾ ഈ തെക്കൻ കേരളത്തിലെ ലീഗ് നേതൃത്വം അവർക്ക് അതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം?
സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണ വേണം. സംസ്ഥാന നേതൃത്വം ആ നിലക്കുള്ളൊരു പുഷ് UDF നേതൃത്വത്തിലുണ്ടാവണം. അതുണ്ടാവുന്നില്ല, അതൊരു കാലത്തും ഉണ്ടാവില്ല. ഇവന്മാരിങ്ങനെ കുറച്ച് ബൈറ്റൊക്കെ നൽകി പത്രപ്രസ്ഥാനമൊക്കെ ഒരു കുറച്ച് ദിവസം അങ്ങ് കഴിയുമെന്നല്ലാതെ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ മലബാറിലേക്കാൾ തെക്കൻ ജില്ലകളിലെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ജില്ലാ ഘടകങ്ങളിലുള്ള വലിയ തോതിലുള്ള വിഭാഗീയത അത് വലിയൊരു പ്രശ്നമാണ്. എല്ലാ ജില്ലകളും നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവിടെ ഒന്നും MLA-മാരോ വലിയ സ്വാധീനമൊന്നും ഇല്ലെങ്കിൽ വിഭാഗീയതയുടെ കാര്യത്തിൽ മലബാറിലെ ലീഗിനേക്കാൾ ഘനഗംഭീരന്മാരാണ് ഈ കോട്ടയത്തെയും എറണാകുളത്തെയും തെക്കൻ ജില്ലകളിലെ ഏതാണ്ട് എല്ലായിടത്തെയും മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് പതിയെ മുസ്ലിം ലീഗിൻ്റെ പ്രസൻസ് ഈ ഭാഗങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിന് സീറ്റുണ്ടായിരുന്നു നിയമസഭയിൽ. UDF-ൽ സീറ്റുണ്ടായിരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ ഉണ്ടോ? ഇല്ല. കൊല്ലത്ത് സീറ്റ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ചടായമംഗലത്ത് അബ്ദുറഹ്മാൻ ചടായമംഗലത്താണോ പുനലൂരിൽ ഇദ്ദേഹം പോയി മത്സരിച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ടത്താണി ജയിക്കാറില്ല. പക്ഷേ നേരത്തെ തിരുവനന്തപുരത്ത് സീറ്റുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗ് കോർപ്പറേഷനിൽ മുസ്ലിം ലീഗ് പ്രതിനിധാനം ചെയ്ത ഭീമാപ്പള്ളി വാർഡ്, ആ വാർഡ് തന്നെ ഇപ്പോൾ ഏതാണ്ടില്ല, പല കഷ്ണങ്ങളായി ഏതാണ്ടില്ലാതായി. എന്ന് പറഞ്ഞാൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെക്കൻ കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് അപ്രത്യക്ഷമാവുകയാണ്. ഇത് മുസ്ലിം ലീഗ് ഭരിച്ച പഞ്ചായത്തുകൾ കോട്ടയം ജില്ലയിൽ പോലും ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ക്രമേണ അതില്ലാതായിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ സമീപനം ഒരു പ്രശ്നമാണ് എന്നതുപോലെ തന്നെ അതിനോട് മുസ്ലിം ലീഗ് നേതൃത്വം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും പ്രശ്നമാണ്. അവരത് വലിയ ഇഷ്യൂ ആക്കേണ്ടതില്ല. നമുക്ക് മലപ്പുറത്തെ കുറച്ച് സീറ്റുകൾ അതിൻ്റെ കാര്യത്തിലാണ് അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഇതും ഇനി മലബാറിൽ എടുത്തു കഴിഞ്ഞാലോ, മലബാറിൽ എങ്ങനെയാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവിടെ പോലും മുസ്ലിം ലീഗ് കോൺഗ്രസിന് ഏതെങ്കിലും തിരുവമ്പാടിയിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി തോറ്റത്? കഴിഞ്ഞ 2 ഇലക്ഷനിൽ തോറ്റത് എവിടെയാണ് വോട്ട് കുറഞ്ഞത്? കോൺഗ്രസിന് ശക്തിയുള്ള കേന്ദ്രങ്ങളാണ് വോട്ട് കുറഞ്ഞത്. അവിടെ അവിടെ നിങ്ങൾ ഞങ്ങൾക്ക് പണി തന്നാൽ ഞങ്ങൾ മറ്റുള്ള നിങ്ങൾക്ക് പണി തരും എന്ന് തിരിച്ചു പറയുവാനുള്ള ഒരു രാഷ്ട്രീയമായ ആ ഒരു അസേഷൻ ലീഗ് നേതൃത്വം ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. ഇതിങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെതിരായിട്ട് അസംതൃപ്തി ഉണ്ട്. അതാണ് നേരത്തെ അജിംസ് പറഞ്ഞ ഈ പത്തനംതിട്ടയിലെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം അഡ്വക്കേറ്റ് N. മുഹമ്മദ് അൻസാരി. ആ പോസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ആൻ്റണിയുടെ ഈ വിഷയമൊക്കെ പറഞ്ഞതിന് ശേഷം പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജില്ലയിൽ കണ്ടാങ്ക്രസ് പണി തുടരുകയാണ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ നിലവിലെ 3-ാം വാർഡിൽ ലീഗിന് സീറ്റ് കൊടുത്തിട്ട് റിബലിനെ നിർത്തുന്ന സ്ഥിരം പരിപാടി. ഇത് ശ്രദ്ധിച്ചാൽ മതി. എല്ലായിടത്തും നിങ്ങൾക്കത് എരുമേലിയിൽ കാണാൻ പറ്റും, പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ കാണാൻ പറ്റും. ഏതാണ്ട് എല്ലാവരും മുസ്ലിം ലീഗിനൊരു സീറ്റ് കൊടുക്കുക, പഞ്ചായത്തിൽ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു റബൽ വേറെ ഉണ്ടാവും കോൺഗ്രസിൻ്റെ വകയിൽ. ഈ റബലിനാണ് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുക. മിക്കവാറും അങ്ങനെ ജയിക്കും. പഞ്ചായത്ത് ബോർഡ് വന്നാൽ ഇയാൾ കോൺഗ്രസിൻ്റെ ജയിച്ചു കഴിഞ്ഞാൽ ഇയാൾ കോൺഗ്രസിൻ്റെ ഭാഗമായിരിക്കും. എത്രയും ഉദാഹരണങ്ങൾ കാണാൻ പറ്റും, എത്രയും ഉദാഹരണങ്ങൾ ഈ ജില്ലകളിൽ കാണാൻ പറ്റും. അതുതന്നെയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അടൂർ മുനിസിപ്പാലിറ്റിയിലെ 21-ാം വാർഡ്, അതും ഇങ്ങനെ തന്നെ കോൺഗ്രസ് എടുത്തു. കോന്നിയിൽ കോൺഗ്രസ് പ്രവർത്തകരെ ലീഗ് സീറ്റിൽ സ്വതന്ത്രയാക്കിയ തന്ത്രം. ചോദിക്കാനും പറയാൻ ആരുമില്ലെങ്കിൽ ഈ ഗതിയാകും എന്ന് ആത്മകഥം ചെയ്യാനല്ലാതെ ലീഗുകാർക്ക് എന്തു ചെയ്യാനാകും? അഭിമാനകരമായ അസ്തിത്വം എന്ന ലീഗ് സ്ഥാപകൻ്റെ മുദ്രാവാക്യം ഈ ജില്ലകളിൽ പ്രസക്തമല്ല. ഇത് അപമാനിക്കുകയാണ് ലീഗിനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി തന്നെയാണ് 4 മാസത്തിന് ശേഷം നിയമസഭയിൽ മത്സരിക്കുന്നതെന്ന് ഓർക്കണം. കോട്ടയം ജില്ലയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ തർക്കമാണ് മാണി സാറിനെ UDF വിടാൻ പ്രേരിപ്പിച്ചതും കേരള രാഷ്ട്രീയം ഒരു സ്ഥിരമാറ്റത്തിലേക്ക് മാറിയതും എന്ന് ഇടക്കോർക്കുന്നതും നേതാക്കൾക്ക് നല്ലതാണ്. ഇതാണ് അജിംസ് നേരത്തെ പറഞ്ഞതല്ലേ, ഈ ഇടക്കോർക്കുന്നത് നേതാക്കൾക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ ഏത് നേതാക്കൾ എന്നുള്ളതും പ്രസക്തമാണ്. ഇത് വളരെ പോയിൻ്റഡ് ആയിട്ടുള്ളൊരു പ്രയോഗമാണ്. എന്തുകൊണ്ടാണ് മാണി കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ മാണി അപ്പുറത്തേക്ക് പോയത്? അതൊരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ തർക്കമായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് മുസ്ലിം ലീഗ് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളത്, അത് കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട്. ഇത് ഒരു മുന്നണി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മുന്നണിയെ മാനേജ് ചെയ്യേണ്ടത്? അത് വളരെ പ്രധാനമാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്നൊരു മന്ത്രി നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരെന്താണ്? കേരള കോൺഗ്രസ് എസ്. അങ്ങനെ വല്ല സികേഷ് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? വല്ല കേരള കോൺഗ്രസ് എസ്? ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു ഘടകകക്ഷിയാണ്.
അദ്ദേഹത്തിന് ജയിക്കാൻ നല്ല സാധ്യതയുള്ള സീറ്റ് കൊടുക്കുന്നു. 100% ജയിക്കാൻ ഞാൻ പറയുന്നില്ല, എന്നാലും എന്താണ് വിന്നബിലിറ്റിയുള്ള സീറ്റ് കൊടുക്കുന്നു, അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇതിൽ നിന്ന് അങ്ങോട്ട് പോയാൽ LDF എന്താ സംഭവിക്കും? LDF ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, CPM സംഭവിക്കാനില്ല. പക്ഷേ അതൊരു പെർസെപ്ഷൻ ബിൽഡിങ്ങാണ്. മുന്നണി എന്ന് പറയുമ്പോൾ അതെല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന, സമൂഹത്തിലെ എല്ലാ ക്രോസ് സെക്ഷൻസിനെയും ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയാണ് ഞങ്ങളുടേത് എന്നൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. ആരാണ് കൊടുക്കുന്നത്? കേരളത്തിലെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ള ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള CPM. കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? കോൺഗ്രസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സംഘടനാ മുന്നണിയല്ല, ഒരു പെർസെപ്ഷൻ ഫ്രണ്ടാണത്. ഈ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ വിവിധ സമുദായങ്ങളുടെ, സാമൂഹ്യ വിഭാഗങ്ങളുടെയൊക്കെ അതിൻ്റെ ഒരു ഫോർമേഷനാണ്, ഒരു ലൂസ് ഫോർമേഷനാണ്. അങ്ങനെ ആയിട്ട് പോലും എന്നുവെച്ചാൽ സംഘടനാ ശക്തി കൊണ്ട്, സംഘടനാ സംവിധാനം കൊണ്ട് തിരഞ്ഞെടുപ്പിനെ മറികടക്കാൻ കഴിയുന്നൊരു പാർട്ടിയല്ല. പെർസെപ്ഷനിലൂടെ, ആളുകൾക്ക് കൊടുക്കുന്ന സന്ദേശങ്ങളിലൂടെ തിരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ കഴിയുന്നൊരു മുന്നണിയാണ്. പക്ഷേ അവർക്ക് അവരുടെ മുന്നണി ഘടകകക്ഷികളെ നിലനിർത്താൻ പറ്റുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായിട്ടുള്ള ഇവർ പോയി, മാണി കോൺഗ്രസ് പോയി. അതിൻ്റെ ഏറ്റവും പ്രധാന ശക്തിയായിട്ടുള്ള മുസ്ലിം ലീഗിനോട് ഇങ്ങനെയാണ് സമീപനം സ്വീകരിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ജനതയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ. അത്രയും വലിയ ദൗത്യം ഏറ്റെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ആ ഒരു ദൗർബല്യം, മുന്നണി മാനേജ്മെൻറ്റ് എന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ് ഇത് കാണിക്കുന്നത്. അത് മുസ്ലിം ലീഗിനെ തെക്കൻ കേരളത്തിൽ ക്ഷയിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സംഘടനാപരമായി മുസ്ലിം ലീഗ് അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ കാണേണ്ട കാര്യം, മുസ്ലിം ലീഗ് അവിടെ ക്ഷയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കോൺഗ്രസിന് ഏതെങ്കിലും നിലക്ക് നേട്ടമാകുന്നുണ്ടോ എന്ന് വെച്ചാൽ അതില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ക്ഷയിക്കുന്നിടത്ത് കയറുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ തെക്കൻ കേരളത്തിലെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത് SDP ആണ്. ഈ പറയുന്ന മേഖലകളെല്ലാം SDP മുന്നേറുന്നു എന്ന് മാത്രമല്ല അവർ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിഗേഷിൻ്റെ മണ്ഡലം അമ്പലപ്പുഴയിൽ SDP-ക്ക് 9 ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് അവർക്ക് ആ മണ്ഡലത്തിൽ 9 എന്താ പറയുക വാർഡ് മെമ്പർമാരുണ്ട്. എൻ്റെ വാർഡ് UDF-ന് എത്രയുള്ളതെന്നറിയോ? UDF-ന് 16. ഈ അമ്പലപ്പുഴയിലെ എല്ലാ പഞ്ചായത്തുകളും ചേർത്ത് കഴിഞ്ഞാൽ SDP-ക്ക് 9 വാർഡ് മെമ്പർമാരുണ്ട്, UDF-ന് 16 ഉള്ളൂ. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി 4 കൗൺസിലർമാരുണ്ട് SDP-ക്ക്. ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് വളരെ ശക്തി ഉണ്ടായിരുന്ന സ്ഥലമാണ്. അടൂർ മുനിസിപ്പാലിറ്റി, ഇനി കോട്ടയം ജില്ലയിലെ പ്രദേശങ്ങൾ, ഈരാറ്റുപേട്ട, ഇങ്ങനെയൊക്കെ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. മുസ്ലിം ലീഗിനെ അങ്ങ് മാറ്റി നിർത്തി കോൺഗ്രസ് ശക്തിപ്പെടുത്താമെന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ല. കോൺഗ്രസ്സിന് സർവ്വകാലത്തേക്കും ആ വോട്ട് ബേസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു മുന്നണിയെ കൊണ്ടു നടക്കുന്നതിലെ മുന്നണിയിലെ എല്ലാവരെയും മാന്യമായി പരിഗണിച്ചുകൊണ്ട് കൊണ്ടു നടത്താൻ സാധ്യമല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് എന്നൊരു ഇമേജ് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതെ, ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ എതിർപ്പ് വരും ദിവസങ്ങളിലെങ്കിലും UDF-ഓ കോൺഗ്രസ്സോ പരിഗണിക്കുമോ എന്നാണ് അറിയേണ്ടത്.